ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊന്ന് ഒരു കണ്ണ് റിയലിസ്റ്റിക്കായിട്ട് എങ്ങനെ വരച്ചെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകൾ പൊതുവെ ഉപയോഗിക്കാറുള്ള പെൻസിലുകളോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന പെൻസിലുകൾ മാത്രം വെച്ച് ഇറേസും വെച്ച് സാധാ പേപ്പറിൽ നമുക്കെങ്ങനെ ഒരു റിയലിസ്റ്റിക്കായിട്ട് തോന്നിക്കുന്ന വിധം ഒരു കണ്ണ് വരച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പം നിങ്ങളും വീഡിയോ ഫുള്ള് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് വരയ്ക്കാൻ ശ്രമിക്കണം. വരയ്ക്കാൻ ആഗ്രഹമുള്ളവരും ചെറുതായിട്ടൊക്കെ വരയ്ക്കാൻ കഴിവുള്ളവരൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കണ്ണ് പിരിവം മൂക്ക് ചുണ്ട് അങ്ങനെ സെപ്പറേറ്റായിട്ടൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് അതിനായിട്ട് മാത്രം ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് പ്രാക്ടീസ് ചെയ്ത് വരച്ച് പഠിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം റിയലിസ്റ്റിക്കായിട്ടൊക്കെ ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വരയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനലിനെ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. സബ്സ്ക്രൈബൊക്കെ പൊതുവെ കുറവാണ്. അപ്പം എന്നാലും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്നാലും ഒരിക്കലും എൻ്റെ ചാനലിൽ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് ആൾക്കാർ കണ്ടിട്ട് പാതി വരുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ട് പോകും. അപ്പം 500 പോലും ഇതുവരായില്ല. അപ്പം ചെയ്യും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, മടിക്കാതെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് വരയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ സാധാ പെൻസില് പിന്നെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്, അത് കട്ടില്ലാത്ത പേപ്പർ. ഈ ഒരു പെൻസില് സാധാ പെൻസിലാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ച അപ്സരയുടെ പെൻസിലാണ്. അപ്പോൾ അത് ചോർക്ക് പെൻസിൽ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പെൻസിലൊന്നുമല്ല, നമ്മൾ സാധാ പെൻസിൽ ഇച്ചിരി ഡാർക്ക് കൂടുതൽ, അപ്സര മാജിക് എന്നാണ് എൻ്റെ പേര്. അപ്പം അത് ഷെയ്ഡ് ചെയ്യാൻ വെച്ചിട്ട് ഡാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ സാധാ ഇറേസർ ഞാൻ കട്ട് ചെയ്ത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ മാർക്കറിൻ്റെ അതിലകത്തൂടെ ഇതുപോലെ വെച്ചിട്ട് മോണ ഇറേസറായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ പഞ്ഞിയാണ്, സാധാ പഞ്ഞി നമ്മുടെ, അത് ഞാൻ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇതേപോലെ ഒന്ന് സ്മൂത്തായി കിട്ടും. ഇതിന് നമുക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം, ബ്രഷ് ഉപയോഗിക്കാം, പലരും പല ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിനായിട്ടൊക്കെ സാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറാണ്, വാട്ടർ പേപ്പർ. അതിൽ ഞാൻ പെൻസിൽ ഇതേപോലെ തേച്ചെടുക്കും. അപ്പം അതിൻ്റെ പൗഡർ നമുക്ക് യൂസ് ചെയ്യാൻ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി, പിന്നെ പെൻസിൽ ഷാർപ്പിനായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് 2 ഉപയോഗമുണ്ട്. ഇത് പിന്നെ നമ്മുടെ സാധാ പേപ്പർ, വൈറ്റ് പേപ്പർ ഞാൻ റോൾ ചെയ്ത് കപ്പ് ആൻഡ് ഉപയോഗിക്കുന്ന പോലെ ആക്കി സ്വല്പം ടേപ്പ് ഒട്ടിച്ച് അത് ഇതാക്കി എടുത്ത് കോൺ പോലെ ആക്കി എടുത്ത് ബ്ലെൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് എൻ്റെ ബ്ലെൻഡിങ് സ്റ്റമ്പ്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ണിൻ്റെ ഒരു സ്കെച്ച് ആദ്യം ഒന്ന് വരച്ചെടുക്കാം. സാധാ പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്യുകയാണ് ആദ്യം. അത് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പം നമുക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം പെൻസിലിൻ്റെ എഡ്ജ് ഭാഗം ഓട്ടയിട്ട് പിടിച്ചുകൊണ്ട് ലൈറ്റായിട്ട്, അധികം പ്രഷർ കൊടുക്കാതെ ലൈറ്റായിട്ട് മൊത്തത്തിലൊന്ന് സ്മൂത്ത് ചെയ്ത് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ പഞ്ഞി ഉപയോഗിക്കുന്നുണ്ട്, പഞ്ഞി വെച്ച് ബ്ലെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യുക. ഞാൻ പഞ്ഞിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് പഞ്ഞി വെച്ച് മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. അതിനുശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് അതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം.
ഞാൻ മേലത്തെ മടക്കോടെ താഴെയും കണ്ണിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ചുളിവ് വരുന്ന അത് വരച്ചില്ലായിരുന്നു. അത് റഫായിട്ട് വരച്ചിട്ട് ശേഷം മേലത്തെ മടക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങും. അതിന് മടക്കിൻ്റെ ആ ഒരു ലൈൻസ് നമ്മൾ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് നിങ്ങളുടെ ഇത്ര ഡാർക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പെൻസിലിനെ 2-3 തവണ പുറത്ത് 3 ഷെയ്ഡൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ മതി. അപ്പോൾ റെഡിയാകും. അപ്പം ഇനി നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച ബ്ലെൻഡ് സ്റ്റംപ് ഉപയോഗിക്കാം. അതേപോലെ ഞാൻ 3-4 ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിച്ചിരി വീതി കുറവാണ്. അതിന് ഇച്ചിരി വീതിക്ക് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പല ടൈപ്പിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കണ്ണുനീര് ഇങ്ങനെ കണ്ണിൽ നിന്ന് താഴോട്ട് ഇട്ട് വീഴുന്നത് പോലെ ഒരു എഫക്റ്റ് വരച്ചെടുക്കാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ബ്ലെൻഡിങ് സ്റ്റംപ് വെച്ച് നേരത്തെ ഞാൻ ആ പൊടി പെൻസില് നിന്നെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു പൗഡറിനകത്തുനിന്ന് എടുത്ത് ബ്ലെൻഡിങ് സ്റ്റംപ് വെച്ച് എടുത്ത് നമ്മൾ വേറൊരു പേപ്പറിനകത്തോട്ട് മൊത്തത്തിൽ ഒന്ന് തേച്ച് പടർത്തിയതിനു ശേഷം അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡിങ് സ്റ്റംപ് വെച്ച് നമുക്കൊന്ന് തേച്ചെടുത്തതിന് ശേഷം നമുക്ക് ഷെയ്ഡ് ചെയ്തെടുത്ത് ഇപ്പം മടക്ക് ഞാൻ ഏകദേശം ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ മേലത്തെ പോർഷനിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ആ ഒരു മടക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്ന കണ്ണിൻ്റെ ആ എഡ്ജ് ഭാഗത്തായിട്ട് വരുന്ന അവിടെ ഒരു സ്വല്പം ലൈറ്റായിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഞാനതിന് എന്താ ഉപയോഗിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ആ ഉപയോഗിക്കുന്ന ബ്ലെൻഡിങ് എന്ന പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന അതാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഒരു ഐലൈനറായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഡാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന പെൻസിൽ നല്ല ഡാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേപോലെ ഡാർക്ക് കിട്ടുന്ന പെൻസിലുകൾ കിട്ടും. നമ്മൾ കടകളിൽ തന്നെ കിട്ടാറുണ്ട്. ഞാൻ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലിന് എനിക്കങ്ങനെ ഡാർക്കായിട്ടുള്ള പെൻസിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ മേടിച്ചതാണ്. സാധാരണ നമ്മുടെ ഉപയോഗത്തിനായിട്ട് മേടിച്ചപ്പം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഡാർക്കുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അത് ഷെയ്ഡിങ് ഇതായിട്ട് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം ഐലൈനറിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ഇത് വെച്ച് പൊടി നമ്മൾ പേപ്പർ പടർത്തി വെച്ചേക്കുന്ന പൊടിയിലൊന്ന് റഫായിട്ടൊന്ന് ഓടിച്ചതിന് ശേഷം ചെയ്യണം. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ പെൻസിലിനെ ഷെയ്ഡ് ചെയ്തേക്കുന്നതിന് നമുക്ക് വ്യത്യാസം വരത്തില്ല. അപ്പം ഇച്ചിരി ഡാർക്ക് കൂടുതലായിട്ട് കിട്ടത്തേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. ശേഷം ഞാനിപ്പം ആ ഒരു കൺപീലികളായിട്ട് സൈഡിലോട്ട് നിൽക്കുന്ന അത് ഓരോന്നായിട്ട് വരച്ചെടുക്കുകയാണ്. അത് സമാധാനത്തിൽ ഓരോ നമ്മളുടെ ആ ഒരു ചിന്താഗതിയും അതനുസരിച്ച് നമുക്ക് എത്രത്തോളം ഇത് വരുത്താം എന്നുള്ള രീതിയിൽ നോക്കി വേണം ചെയ്യാൻ. നിങ്ങൾ കണ്ടില്ല, ഞാൻ ആ പേപ്പറിൽ പെൻസിൽ വരച്ച് ആ പൗഡർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നല്ല ഷാർപ്പൻ ചെയ്ത് വേണം ഉപയോഗിക്കുക. അതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൺപീല് ഹെയറിൻ്റെ ഇതൊക്കെ വരയ്ക്കുമ്പോഴും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ കട്ടി കുറഞ്ഞ ലൈനായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മുകളിലുള്ള കൺപീലിയാണ് ഇപ്പം വരയ്ക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഞാൻ വരയ്ക്കുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ ഷെയ്ഡ് ലൈൻസ് ഇടണമെന്നില്ല, കൺപീലി വരയ്ക്കണമെന്നില്ല. നിങ്ങൾ ആ ഒരു ഷേപ്പ് ഓവറാവാത്ത രീതിയിൽ നിങ്ങൾ വരച്ചെടുത്താൽ മതി. 2-3 വട്ടം ട്രൈ ചെയ്യുമ്പോൾ അതങ്ങ് ശരിയാവും. അപ്പം ഞാൻ ആ മോണോ ഇറേസർ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഇറേസർ വെച്ച് ആ ഒരു മടക്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഹൈലൈറ്റ് കിട്ടുന്ന പോലെ ഒന്ന് ഇറേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മായ്ച്ച് കളഞ്ഞതിൻ്റെ എഡ്ജ് ഭാഗം കട്ടിങ് ആയിട്ട് നിൽക്കരുത്. അതിനുവേണ്ടി ചുമ്മാ ഒന്ന് ആ പേപ്പർ സ്റ്റംപ് വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പം വീണ്ടും ഞാൻ ഐലൈനർ അതിൻ്റെ പുറത്തോട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ കൺപീൽ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഹൈലൈറ്റ് കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ട് ആകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം മുകളിലത്തെ കൺപീൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പല ഷേപ്പിൽ എല്ലാം ഒരേ കണക്കാവുകയും ചെയ്യരുത്, ഒരേ ഷേപ്പിലാവരുത്. പല ഷേപ്പിൽ പല രീതിയിൽ ചെറിയ തിരിവും ചെറിയ
ഒരു ചരിവും എല്ലാം കൊടുത്തുകൊണ്ട് ഇടയ്ക്ക് വലുത്, പിന്നെ അതിൽ നിന്ന് കൂട്ടത്തോടെ കൺപേര് കണ്ണിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി എഡ്ജ് ഭാഗത്തോട്ട് കനം കുറച്ച് നിൽക്കുന്ന പോലെ നമ്മൾ വരച്ചെടുക്കണം. എന്നിട്ട് ആ ഒരു കണ്ണിൻ്റെ എഡ്ജ് ഭാഗത്ത് ലൈറ്റായിട്ട് ചെറുതായിട്ട് കുഞ്ഞ് ലൈൻസ് നമ്മൾ ഇട്ട് കൊടുക്കണം. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്നറിയാൻ വയ്യ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് ലൈറ്റായിട്ട് നമ്മൾ വലുത് വരച്ചെടുക്കുന്നതിനുള്ള ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറുതായിട്ട് നീളം കുറച്ചും നമ്മൾ ലൈൻ ഒരു കൻപയിൽ നിൽക്കുന്ന പോലെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ എൻ്റെ ഭാഗത്തോട്ട് എത്തുമ്പോൾ നമ്മൾ കൺപേരിക്ക് നമ്മൾ ആദ്യം കൊടുത്ത അത്രയും നീളം കൊടുക്കാൻ പാടില്ല. ചെറുതായ നീളം കുറച്ച് ചെറിയ രീതിയിൽ വരച്ചെടുക്കണം. ഇനി നമുക്ക് കണ്ണിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന അവിടെ ലൈറ്റായിട്ടൊരു ഷെയ്ഡ് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ആദ്യം പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് നമുക്ക് തള്ളു ഫീൽ ചെയ്യാൻ, കണ്ണ് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലൈറ്റായിട്ട് മൊത്തത്തിൽ ലൈറ്റാക്കിയതിന് ശേഷം ആ എഡ്ജ് ഭാഗത്ത് മാത്രം സ്വല്പം ഡാർക്ക് കൂട്ടി കൊടുക്കണം. ബാക്കി എല്ലായിടത്തും ലൈറ്റ് ഇതായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ നമ്മൾ ഓവറായി പോകരുത്. അതേപോലെ കൃഷ്ണമണിയുടെ എഡ്ജ് ഭാഗത്തും നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൃഷ്ണമണി ഷെയ്ഡ് ചെയ്തെടുക്കാം. ആദ്യം കൃഷ്ണമണിയുടെ എഡ്ജ് ഭാഗം ഒന്ന് ഡാർക്കാക്കി വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ഹൈലൈറ്റ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കാം. കൃഷ്ണമണിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഹൈലൈറ്റ് വരുന്ന ഒരു സ്ക്വയർ മാതിരി ഞാൻ സ്ക്വയർ ഷേപ്പിൽ ഏകദേശം വരച്ചെടുത്തിട്ടുണ്ട്. മുകളിലും ചെറിയ ഡോട്ട് പോലെ വരച്ചിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഹൈലൈറ്റ് വരുന്ന രീതിയിൽ ആ ഷേപ്പ് ഞാൻ വരച്ചെടുത്തതിന് ശേഷം കൃഷ്ണമണിയിലെ സെൻറ്റർ ഭാഗത്തായിട്ട് ഹൈലൈറ്റ് നമ്മൾ വരച്ചിട്ടേക്കുന്ന അതിലോട്ട് കയറാത്ത രീതിയിൽ ഡാർക്കാക്കി പതുക്കെ വരച്ചെടുക്കണം. നിങ്ങൾ കണ്ട രണ്ട് സെൻറ്ററിലായിട്ട് അപ്പുറം രണ്ട് സ്ക്വയർ പോലെ നിൽക്കുന്ന രീതിയിലാണ് ഞാനിപ്പം ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ കുറേ ഡോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം അതിനകത്ത് കയറാത്ത രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരച്ച് പതുക്കെ വരച്ചെടുക്കണം. ഇനി നമുക്ക് കൃഷ്ണമണിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഡാർക്കായിട്ട് താഴോട്ട് ഷെയ്ഡ് ചെയ്ത് ഇറങ്ങണം. അപ്പം ഞാൻ ഡാർക്ക് ചെയ്ത് ഷെയ്ഡ് ചെയ്യുകയാണ്. അതേപോലെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ നിങ്ങൾ കാണുന്നതിനൊപ്പം വെറുതെ കണ്ടു പോകാതെ പ്രാക്ടീസ് കൂടെ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവർക്കും കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്കത് നല്ല രീതിയിൽ നമ്മുടെ കഴിവ് വളർത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ വീഡിയോ വെറുതെ കണ്ടുപോകാതെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പം ഞാൻ ആ സൈഡിൽ നിന്ന് താഴോട്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം ഇപ്പം
ബ്ലെൻഡിങ് സ്റ്റമ്പ് നേരത്തെ നമ്മൾ ഉപയോഗിച്ചതുപോലെ അത് പൊടി പൗഡറിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് താഴ്ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്വല്പം കൂടെ പെൻസിലൊന്ന് താഴോട്ട് ഷെയ്ഡ് ചെയ്ത് ലൈറ്റായിട്ട് മേളത്തെ എത്രയും ഡാർക്ക് താഴോട്ട് വേണ്ട, അതുകൊണ്ടാണ് ആദ്യം അത് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കൃഷ്ണമണിയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേപോലെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് എടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഓരോ താഴെ കൃഷ്ണമണി താഴെ നിന്ന് മുകളിലോട്ട് ഓരോ ലൈനായിട്ട് പതുക്കെ സാവധാനം വരച്ചെടുക്കാം. അപ്പം അടിഭാഗത്ത് കൃഷ്ണമണിയുടെ അടിഭാഗത്ത് മാത്രം ഇച്ചിരി ഡാർക്ക് കൊടുത്തുകൊണ്ട് സെൻറ്ററിലോട്ട് പോകുന്നതോറും അത് ലൈറ്റാവുന്ന രീതിയിലാണ് നമുക്ക് വരച്ചെടുക്കാൻ. എങ്കിൽ നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം വരച്ച് തരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ എഡ്ജ് ഭാഗത്ത് നിന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഹൈലൈറ്റിനകത്ത് മുകളിൽ നമ്മൾ വരച്ച കൺപീലിയുടെ ആ ഒരു ഇത് തെളിഞ്ഞ് കാണുന്നതായിട്ട് നമുക്ക് രണ്ടുമൂന്നും വരച്ചിടാം. ഇനി പെൻസിൽ നല്ലപോലെ നമ്മൾ ഷാർപ്പൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ കണ്ണിൻ്റെ അകത്ത് വെള്ളമായിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു ഞരമ്പുകൾ മൈന്യൂട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊന്ന് വരച്ചെടുക്കാം. ഇപ്പം റഫായിട്ട് പല നമ്മൾ വേരുകൾ പോകുന്ന രീതിയിൽ നമുക്കത് ചെറിയ രീതിയിൽ രണ്ട് സൈഡിലും വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ വരയ്ക്കുന്നത് അത് നമ്മൾ നല്ല പെൻസിൽ ഷാർപ്പൻ ചെയ്ത് ലൈറ്റ് വരെ വരാവുള്ളൂ. ഡാർക്കായി പോകുന്നത് വരെ ഷാർപ്പ് ചെയ്ത് ലൈറ്റായിട്ട് വരച്ചെടുക്കണം. ഞാനത് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ കൺപീലി വരച്ചതുപോലെ താഴെയും കൺപീലി വരച്ചെടുക്കാം. ആദ്യം നമുക്ക് ആ കൺപീലി വരുന്ന ഭാഗത്ത് സ്വല്പം ഡാർക്കായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിനായി പെൻസിൽ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റേത് സ്റ്റിക്ക് ഉപയോഗിച്ച് ചിലപ്പം അവിടെ ഓവറായിട്ടൊക്കെ ഡാർക്കായി പോകും. നമുക്ക് മൊത്തത്തിൽ ഡാർക്ക് ഉണ്ട്, ഇടയ്ക്ക് മാത്രം ഡാർക്ക് മതി. അതുകൊണ്ട് പെൻസിലൊന്ന് ഷെയ്ഡ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഞാൻ ആ ഒരു വെച്ച് പേപ്പറിൻ്റെ ഇത് വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കൺപീലി വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു താഴത്തായിട്ടുള്ള ആ ഒരു ലൈനൊന്ന് സ്വല്പം ലൈറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി ഒന്ന് ഡാർക്കായിട്ട് ലൈനായിട്ട് വരച്ചെടുക്കാം. ഇല്ല, നമുക്ക് ആ കണ്ണിന് താഴെയായിട്ട് നമ്മൾ കണ്ണുനീര് ഒഴുകി വരുന്ന പോലെ ഷേപ്പ് വരച്ചിരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നേരത്തെ ഷെയ്ഡ് ചെയ്തെടുത്ത് അതിൻ്റെ പുറത്തുകൂടെ ഒന്നുകൂടെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇച്ചിരി ഡാർക്കായിട്ട് ചെയ്തെടുക്കണം. അത് എന്നെങ്കിലും നമുക്ക് ആ ഒരു ഫീല് അവിടെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ആ ഒരു കണ്ണുനീര് വരുന്ന രീതിയിലുള്ള അടിയിലായിട്ട് ആ ഒരു ലൈൻ വരുന്ന ഭാഗത്തിനോട് ചേർന്ന് നമുക്ക് ഒന്ന് ഇറേസ് ചെയ്ത് ഹൈലൈറ്റ് പോലെ ഇറേസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെൻറ്ററിലും ഒരു ഷേപ്പിലൊന്ന് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് ഷെയ്ഡാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ ആ ചുളവ് ചെയ്തതുപോലെ അതേ രീതിയിൽ തന്നെ നമ്മൾ താഴെയും ആ ഒരു ചുളവിന് ഷെയ്ഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ താഴത്തെ മടക്കം ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും അതേക്കുറിച്ച് വിവരിക്കാത്തത്. അപ്പം നിങ്ങളത് ചെയ്ത് ആ ഒരു രീതിയിൽ ഷെയ്ഡ് ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണ്ണിൻ്റെ ഫീല് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് കൺപീലി ഒന്ന് വരച്ചെടുക്കണം. താഴത്തെ കണ്ണിൻ്റെ മടക്കിൻ്റെ ആ ഭാഗത്ത് സെൻട്രലായിട്ട് രണ്ട് ഹൈലൈറ്റ് കൊടുത്ത് ചെറിയ രണ്ട് ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ സാരമൊന്നുമില്ല, ഞാൻ ചുമ്മാ റഫായിട്ടൊന്ന് കൊടുത്തതേ ഉള്ളൂ. കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് രണ്ട് ഹൈലൈറ്റ് കൂടെ കൊടുക്കാം.
അതിനായിട്ട് ഞാൻ പെൻസിലൊന്ന് പാട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിന് ഉള്ളിലെ ഭാഗത്ത് മാത്രം ഒന്ന് ഇറേസ് ചെയ്തതിന് ശേഷം സൈഡിൽ എല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം ലൈറ്റായിട്ട്. ഓവറായിട്ട് ഷെയ്ഡ് കൊടുക്കേണ്ട കാര്യമില്ല, അവിടെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കണ്ണിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്ന ആ കൺപീലി വരച്ചെടുക്കാം. നമ്മൾ മുകളിൽ വരച്ച അത്രയും കട്ടിക്കൊന്നും വെച്ച് വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു പീസായിട്ടുള്ള ഓരോ ലെയറായിട്ട് ഓരോന്നോരോന്ന് വരച്ച് ക്രമത്തിന് വരച്ചെടുക്കാം. അത് നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് പല ഷേപ്പിൽ പല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ വരയ്ക്കുന്നത് പോലെ ആ ഒരു പീലി നിൽക്കുന്നതിൻ്റെ പൊസിഷൻ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ഇപ്പം മുകളിലത്തെ പീലി നിൽക്കുന്നത് സൈഡിൽ നിന്ന് തിരിഞ്ഞ് വന്ന് സെൻറ്റർ വരുമ്പോൾ മുകളിൽ നേരെയായിട്ടാണ്, പിന്നെ സൈഡിലോട്ട് പോകുമ്പോൾ ചരിഞ്ഞ് പോകും. അതേപോലെ തന്നെ നമ്മൾ താഴെ വരയ്ക്കുമ്പോൾ സൈഡിൽ നിന്ന് വരുന്തോറും സെൻറ്ററിലോട്ട് വരുന്തോറും നമ്മൾ പീലി നൂത്ത് കൊണ്ടുവന്ന് നമ്മൾ സൈഡിലോട്ട് പോകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ചെറിയ ചരിവോടുകൂടി സൈഡിലേക്ക് പോയി നമ്മൾ വരച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഡ്രോയിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അവസാനം ആ കണ്ണീർ വഴി വരുന്നതിൻ്റെ ആ അടിഭാഗത്തായിട്ട് ഒന്നുകൂടെ ഡാർക്കാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പൈസ ഒരുപാട് ചിലവാക്കി മെറ്റീരിയൽ മേടിക്കാതെ ആദ്യം നിങ്ങൾ വീട്ടിലുള്ള പെൻസിലും പേപ്പറും ഒക്കെ വെച്ച് ഇതുപോലെ റിയലിസ്റ്റിക്കായിട്ട് എങ്ങനെയൊക്കെ വരച്ചെടുക്കാമെന്ന് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ വരയ്ക്കാൻ താല്പര്യമുള്ള നിങ്ങളെ അറിയാവുന്ന മറ്റുള്ളവർക്കും ദയവായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടനോടൊന്ന് അടിച്ചു പൊട്ടിച്ചേക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.